മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശ്വസിച്ചതായ മഹാന്മാരായ കുറച്ച് സ്വഹാബത്ത് ശത്രുക്കളുടെ ആ മർദ്ദനങ്ങളും അക്രമങ്ങളും അവരെ പ്രയാസപ്പെടുത്തലും താങ്ങാൻ കഴിയാതെ സ്വന്തം വെച്ച് വലുതായി വളർന്ന ആ നാടിൽ നിന്ന് ശൂന്യമായ രൂപത്തിൽ അവരുടെ വീട്, അവരുടെ സമ്പാദ്യങ്ങൾ, അവരുടെ സമ്പത്തുകൾ അത് മുഴുവനും വിട്ടയച്ചുകൊണ്ട് പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടുത്തെ മഹാന്മാരായ അൻസാരികളായ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ വരവേറ്റു. അലൈനാ من ثنيات الوداع وجاب الشكر علينا أدعى لله داعي. മരങ്ങളുടെ മുകളിൽ, ചുമരുകളുടെ മുകളിൽ കയറികൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വരുന്നത് ദൂരെ നിന്ന് കണ്ടിട്ട് പാടി സ്വീകരിച്ച് മഹാന്മാരായ അൻസാരികളായ സ്വഹാബത്ത്. മദീനക്കാർക്കാണ് അൻസാരികൾ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് പോയ ആളുകൾക്കാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. ഇവിടെ പോയവർ അൻസാർ എന്ന് പറഞ്ഞാൽ സഹായിച്ചവർക്കാണ്. റസൂലുള്ളാഹി തങ്ങളെ സഹായിച്ച സ്വഹാബത്ത്. വേദാണ്ടാണ് മദീനയിൽ പോയിട്ട് പോലും സ്വസ്ഥമായി ജീവിക്കാൻ വിടാത്ത ഒരു ചുറ്റുപാടും. മക്കയിൽ നിന്നുള്ള ആളുകൾ മദീനയിൽ പോയിട്ട് പോലും റസൂലുള്ളാഹി തങ്ങളെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. ഇതൊരു അക്രമമാണ്. അങ്ങനെ പോയിട്ട് ഒരു കൊല്ലായി. രണ്ടാമത്തെ കൊല്ലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ വിചാരിച്ചു, എന്തെങ്കിലും ചെയ്യട്ടെ. ഒരുപാടായില്ലേ, ഒരുപാട് പ്രയാസപ്പെടുത്തി, എല്ലാം ക്ഷമിച്ചു. അങ്ങനെ അവസാനമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ന്യൂസ്, അബൂ സുഫിയാനും സംഘവും ഒരുപാട് കച്ചവട സ്വത്തുകളുമായി സമ്പത്തുകളുമായി കടൽകരയിലൂടെ മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ധാരാളം സമ്പത്തുണ്ട്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം റമദാനിലെ മിക്കവാറും ദിവസങ്ങൾ നമ്മുടെ ഫലസ്തീനിലുള്ള പാവങ്ങളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ. അപ്പൊ അതിന്റെ ഇടയിൽ ഇസ്രായേലിനോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രതിരോധമായിരുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ, അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങരുത്. പെപ്സി ആയാലും കൊക്കോകോള ആയാലും പിന്നെ അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ അതിനൊരു വലിയൊരു ചുക്ക് വില കൊടുത്തില്ലെങ്കിലും ഒരുപാട് നാടുകളിൽ അവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ബാൻ ചെയ്യും. അതുകൊണ്ട് അവർക്കുണ്ടായ നഷ്ടം എത്രയാണ്? ഇസ്രായേലിനുണ്ടായ നഷ്ടങ്ങൾ എത്രയാണ്? ഞമ്മ വിചാരിക്കുമ്പോൾ പലസ്തീനല്ല ആകെ പോയില്ലേ, നടന്നില്ലേ. ഇവർക്കുണ്ടായതിനേക്കാൾ വലിയ സമ്പത്തിന്റെ നഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായി. എന്താ കാരണം? അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രതിരോധിച്ചതാണ്. അതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ വിചാരിച്ചത് അങ്ങനെയാണ്. നമ്മളെ പ്രയാസപ്പെടുത്തുന്നതും നമ്മളെ ആക്രമിക്കുന്നതും അവരുടെ കയ്യിലുള്ള സമ്പത്തിന്റെ പവറാണ്. അവരൊന്ന് തളർത്തിയാലോ, അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം സ്വഹാബത്തിന്റെ മുഴുവനും ഉള്ളത് മക്കയിലാണ്. വീടും എല്ലാം സമ്പത്തും എത്ര വലിയ കോടീശ്വരന്മാർ പോയത് എങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങൾ പോയതും ഹിജ്റയുടെ രാത്രി കാലിൽ ചെരുപ്പില്ലാതെ നടന്ന വാഹനമാണ്. സ്വന്തം ചെരുപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല എന്നാണ്. അത്രത്തോളം പ്രയാസപ്പെടുത്തിയ ആളുകളാണ് അബൂജഹലും ഉത്ബത്തും ശൈബത്തും അതുപോലെയുള്ള ശത്രുക്കൾ മുഴുവൻ. അപ്പൊ അവര് പിടിച്ചെടുക്കല് അത് പറ്റാത്തൊന്നുമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി രൂപീകരിച്ചു. അതിന് വേണ്ടിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആള് വിട്ടപ്പോ അബൂ സുഫിയാനാണ് ഈ കച്ചവട സംഘത്തിന്റെ തലവൻ. നമുക്ക് നബിയല്ലാഹു പറയാം, അന്ന് മുസ്ലിമല്ല. ഉഹദ് യുദ്ധത്തിന് പോലും ശത്രുക്കളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ. ബദർ യുദ്ധത്തിൽ അബൂജഹലാണ്, ഉഹദ് യുദ്ധത്തിൽ അബൂ സുഫിയാനാണ്. പിന്നെ അല്ലാഹു തആല ഈമാൻ കൊടുത്തു, സ്വഹാബിയായി റളിയല്ലാഹു അൻഹു. നമുക്ക് പറയാം ഏതായാലും. അപ്പൊ ഏതായാലും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവട സംഘം പോകുന്നത്. പക്ഷേ ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടിയാകുമ്പോ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ലംലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പെട്ടെന്നായി മദീനയിലേക്ക് അയച്ചു. പെട്ടെന്ന് ഒട്ടകം മെല്ലെ നടക്കാറുണ്ട്. അപ്പൊ ഏതെങ്കിലും കുതിരെന്തോ ആയിരിക്കും, പെട്ടെന്നായിട്ട് മക്കയിലേക്ക് വിട്ടു. അത് അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിനോട് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ നമ്മളെ കച്ചവടം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ആളുകളും വരുന്നുണ്ട്, അറിയിക്കണോ. അങ്ങനെ ലംലം പെട്ടെന്ന് പോയിട്ട് അബൂജഹലിനോട് ഉത്ബത്ത് ശൈബത്തിനോടൊക്കെ കാര്യം പറഞ്ഞു. അബൂജഹലിന്റെ പ്രഷർ ഇറങ്ങി. അപ്പൊ അല്ലെങ്കിൽ കാത്തോണ്ട് എന്തെങ്കിലും ചെയ്യണോ. പക്ഷേ അങ്ങനെ അബൂജഹൽ മക്കയിലുള്ള ചെറുപ്പക്കാരായ ശത്രുക്കൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടി, നമുക്ക് മുഹമ്മദിനെയും കൂട്ടരെയും വകവരുത്തണം, അവരെ പാഠം പഠിപ്പിക്കണം. ഇനി ഒരിക്കലും നമ്മെ തൊട്ട് കളിക്കാത്ത രൂപത്തിലുള്ള ഒരു പ്രതിരോധം നമ്മുടെ ഭാഗത്തിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങണം. നല്ല സമ്പത്തുണ്ട്, ആയുധങ്ങളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുങ്ങുന്നതിന്റെ ഇടയിലാണ് അബൂ സുഫിയാനും കച്ചവട സംഘവും മക്കയിലെത്തുന്നത്. എന്നിട്ട് അബൂ സുഫിയാനൊക്കെ പറഞ്ഞ്, ഞമ്മ രക്ഷപ്പെട്ടില്ലേ, ഞമ്മ സേവായില്ലേ, നമ്മുടെ സമ്പത്തൊക്കെ എന്തിനും ഞമ്മ അങ്ങോട്ട് പോണോ, ഉപദ്രവിക്കാൻ പോണോ, വേണ്ടല്ലോ, നമുക്ക് യുദ്ധം വേണ്ടല്ലോ വെക്കാം. അബൂജഹൽ വിട്ടില്ല. അപ്പോഴാണ് മഹദിയായ ബീവി ആതിഖ റളിയല്ലാഹു അൻഹ. ആതിഖ അന്ന് മുസ്ലിമല്ല. ആതിഖ എന്ന് പറയുന്ന പെണ്ണ് അബൂജഹലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അബൂജഹലെ, അതുപോലെ ഉത്ബത്തെ, നിങ്ങൾ യുദ്ധത്തിൽ പോകരുത്. കഴിഞ്ഞ രാത്രി എനിക്ക് വല്ലാത്ത ഒരു സ്വപ്നം കണ്ടിരുന്നു. എന്താണ് സ്വപ്നം?
അബൂജഹലാകുന്ന നിന്റെ തലമൊഴിക്കപ്പെടുന്നത്, ഉത്തമത്തിന്റെ തലമൊഴിക്കപ്പെടുന്നത്, ശൈവത്ത് മരിച്ചു കിടക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖരായ മക്കയുടെ ശത്രുക്കൾ മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയാണ്. ഇത് പറയുമ്പോ അബൂജഹലിന്റെ കൂടെ ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരായ ശത്രുക്കൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി തയ്യാറായില്ല. അതെന്നെ പറയുന്നത് ശരിയല്ലേ? സ്വപ്നം കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ സത്യമായി പോയാലോ, സത്യമാവാൻ പോവാണ്, സത്യമാകാൻ പോവാണ്. അള്ളാഹു താല കാണിച്ചു കൊടുത്ത സ്വപ്നാണ്. ആർക്ക്? ആദ്യം റളിയല്ലാഹുഅൻഹു, അന്ന് റളിയല്ലാഹുഅൻഹു ഇത് റളിയല്ലാഹുഅൻഹു മോഹിനികള്. അപ്പൊ അങ്ങനെയാ. പക്ഷേ അബൂജഹൽ ഇതൊന്നും കൂട്ടാക്കില്ല. ഏതായാലും പോവലെന്നെ അങ്ങനെ അബൂജഹൽ അവന്റെ പട്ടാളങ്ങളെ കൂട്ടിയിട്ട് ബദരിലേക്ക് ഇറങ്ങാൻ, ബദരിലേക്കല്ല മദീനയിലേക്ക് ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് അവർ തമ്പടിച്ചത് ബദരിലാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500 കിലോമീറ്റർ, അല്ലെ 500 കിലോമീറ്റർ. അപ്പൊ 500 മദീനയിൽ നിന്ന് ബദരിലേക്കുള്ളത് 150 അതേ ഉള്ളൂ. മദീനയിൽ നിന്ന് ബദരിലേക്കുള്ളത്. അപ്പൊ കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് എവിടേക്കാണ്? മക്കയിൽ നിന്ന് ബദരിലേക്കാണ്. ആ സ്ഥലത്തിലേക്ക് മക്കയുടെ അബൂജഹലും മുത്തുബത്തും ആദ്യമായിട്ട് അവിടെ എത്തിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതെന്താ നമുക്ക് പഠിപ്പിക്കുന്നത്? ഈ ശത്രുക്കളാണ് അങ്ങോട്ട് കടന്നു വന്നത് എന്നല്ലാതെ സ്വഹാബത്തും റസൂലും ഇങ്ങോട്ട് വന്നതല്ല. ഒരിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളോട്, ഓ നബിയെ, ഇനിമുണ്ടാതിരിക്കല്ല നബിയെ, എത്രയായി നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോ ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞിട്ട്, എത്ര കൊല്ലായി നിങ്ങൾ നൊമ്പരിങ്ങനെ തിന്നാൻ തുടങ്ങിയിട്ട്, ഇനി അവർക്കൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് നബിയെ, അതുകൊണ്ട് നിങ്ങളും ഇറങ്ങണമെന്ന് പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ 300 ചില്ലാന സ്വഹാബത്തും പാവങ്ങളായ നിരായുധരായ, കയ്യിൽ ആയുധമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള കുറച്ച് സ്വഹാബത്തും ഹബീബായ തങ്ങളും ഇറങ്ങുകയാണ്. അവരുടെ കയ്യിൽ ആയുധം എന്താ അറിയോ? മരകഷ്ണങ്ങളായിരുന്നു. ഈത്തപ്പന മട്ടലുകൾ. സാപത്തിന്റെ കയ്യിൽ നമ്മളെ കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടിലല്ല അങ്ങനെയായിരുന്നു. ആരെങ്കിലും അപ്പുറത്തെ നാട്ടുകാരെങ്കിലും അന്നം വരുന്ന പറഞ്ഞാൽ ഈത്തപ്പന മട്ടലും പിന്നെ എന്ത് ഇതുണ്ടല്ല അടക്കന്റെ പിന്നെ ബദറിന്റെ, ഞങ്ങളുടെ നാട്ടിലുള്ള അപ്പുറത്തെ നാട്ടുകാർക്ക് അപ്പോ അതിനെ കത്തിയതല്ല ബദറിന്റെ മോഡൽ അല്ലെ, മോഡൽ അതിനെങ്ങനെ ചെത്തിയിട്ട് ഞമ്മ ചേർത്ത് ഞമ്മ നോക്കുന്നത് എന്തിന് ഇത് ബില്ല് പോലെ അതിന്റെ പൊടി ഇങ്ങനെ ഉണ്ടാക്കി പൂത്താൻ വേണ്ടിട്ട്. അതാണ് ഞങ്ങളുടെ പണ്ടത്തെ കുറച്ച് മുമ്പത്തെ ആയുധം. അവരുടെ കാലമായി ഇപ്പൊ എല്ലാവരും വെട്ടിയാണ്. നമ്മുടെ നാട്ടിലേക്ക് എത്താത്തതുകൊണ്ടാണ് നമുക്ക് സന്തോഷം അല്ലെ. എത്തിയെങ്കിലും നമുക്ക് എന്താ മക്കളെ പേരോട് വെട്ടിയാലും നമ്മ പട്ടിയാവും, നമ്മ പട്ടിയാവും. അള്ളാഹു കാത്ത്. ഇപ്പൊ വരാനില്ല. എന്നിട്ട് അവന്റെ കച്ചവടം MDMന്റെ കച്ചവടം. ഇന്നലെ അമരാവതി പിടിച്ചെടുത്ത MDM എത്ര? 78 കോടി ഒരു തന്നെ MDM. 78 കോടിയുടെ MDM പിടിച്ചെടുത്തുന്നതാണ്. അതിങ്ങനെ പറയാനുണ്ടാവും. കുറച്ചാണ് 30 കിലോക്ക് 78 കോടി എന്തായി? ഇത് ഈ പിടിച്ചെടുക്കുന്ന സാധനം പിടിച്ചെടുത്തില്ലെങ്കിൽ എവിടെ എത്തും? നമ്മുടെ മക്കളുടെ കയ്യിലാണ്. അമരാവതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്നലെ കണ്ട ന്യൂസ്. 78 കോടി എത്രയോ ലക്ഷം രൂപന്റെ MDM ഓടിച്ചെടുത്തു. ആരെ കയ്യിലറിയോ? 2 ചെറുപ്പക്കാർക്ക് പെൺമക്കളെ കയ്യിലില്ല. ശ്രീനന്ദല്ല, ഏതൊരു പടനാട്ടുകാരന്തോ അന്യനാട്ടുകാർ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ സംവിധാനം. MDM കൊണ്ട് കച്ചവടം, പിന്നെ അതുപോലെ ആയുധങ്ങൾ വിൽപ്പന നടത്തിയിട്ട് കച്ചവടം. ആര് മരിച്ചാലും പ്രശ്നമല്ല, പൈസ ഉണ്ടാവുന്നതാണ്. ആര് മരിച്ചാലെന്താ, തുണിയാലെന്താ, ചത്താലെന്താ, നമ്മുടെ കീസിൽ നമ്മുടെ ഭയം എന്ന് പറയോ എന്ന ചിന്താഗതിയാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ. പക്ഷെ അന്നത്തെ കാലം അങ്ങനെയല്ല. കയ്യിൽ ആയുധമില്ല. അബൂജഹലിന്റെ ഉത്പത്തിന്റെ ദൈവത്തിനായി ധാരാളം ആയുധം, ഒട്ടകങ്ങളും കുതിരകളും ഭയങ്കര സന്നാഹത്തോടെയാണ് അവർ മക്കയിലും മദീനയിലെത്തിയത്. എന്നിട്ട് ആദ്യത്തിൽ അവർ കമ്പളിച്ച് നല്ല ഉയർന്ന സ്ഥലത്തിൽ, വെള്ളമുള്ള സ്ഥലത്തിൽ, ശുദ്ധമായ വെള്ളമുള്ള സ്ഥലത്തിലാണ് അബൂജഹലും ഉത്പത്തും വന്നിട്ട് കമ്പളിച്ചത്. സ്വഹാബത്ത് വന്ന് നോക്കുമ്പോൾ എത്തിക്കായി. പിന്നെ സ്വഹാബത്തിന് കിട്ടിയത് താഴ്വരയാണ്. നടക്കാൻ പോലും പറ്റാത്ത സ്ഥലമാണ്. മണലങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ഥലം, കുടിക്കാൻ വെള്ളയിൽ വലിയ പ്രയാസം. ഇബിലീസ് വന്നിട്ട് സ്വഹാബത്തിനെ സ്വീപ്പാക്കിയതാണ്. ഖുർആൻ പറയുന്ന ആയത്താണ്. ഇപ്പൊ നമ്മ ഇങ്ങനെ ചരിത്രം പറയുന്നത് ആയത്തും അധികം തോന്നാതെ അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞ പോലെ. അപ്പോ ഇബിലീസ് വന്നിട്ട് സ്വീപ്പാക്കിയതാണ്. സഹാബ, നിങ്ങൾ പറയുന്നത് വലിയ സത്യത്തിന്റെ ആളുകൾ, നിങ്ങളൊക്കെ ഉള്ളത് റസൂലുള്ളാഹിയാണ്, ഹബീബുള്ളാഹിയാണ്, നിങ്ങളാണ് ഭയങ്കര നേരിട്ട ആളുകൾ. എന്തായി? എവിടെ കുടിക്കാൻ പോയ വെള്ളണ്ട, നിങ്ങൾക്ക് കുടിക്കാൻ ഒരു വെള്ളണ്ട, നിങ്ങൾക്ക് ഒരു താമസിക്കാൻ നല്ല ഉറച്ച ഭൂമിയുണ്ട. നോക്കതാ അബൂജഹൽ, നോക്കുന്നുണ്ട്. അവരുടെ സംവിധാനം എന്താ? അവർക്ക് നല്ല വെള്ളം. എന്നിട്ടോ അവർ വന്നിട്ട് സുബ്ഹാനല്ലാഹ് ഭയങ്കര ബാറ്റിംഗാണ്. ഈറ്റേന്റെയാണ് വന്നിട്ട്. എന്താ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾ ശത്രുക്കളുടെ കണക്ക് പറഞ്ഞത് എങ്ങനെയല്ലോ? അവര് തലേ ദിവസം അറുത്ത ഒട്ടകത്തിന്റെ കണക്ക് നോക്കിയിട്ടാണ്. അബൂജഹൽ വന്നിട്ട് തലേ ദിവസം അവിടെ അറുത്ത് ഒട്ടകത്തിനറിയോ
എന്തിനു വേണ്ടിയിട്ട്? തിന്നാൻ വേണ്ടിയിട്ട് 10 ഒട്ടകമായിരുന്നു. 10 ഒട്ടകം. എത്ര ആൾക്ക്? 1000 ആൾക്ക്. ഒരു ഒട്ടകം എന്ന് പറഞ്ഞാല് എത്ര കേജ് അറിയോ? ഒരു ഒട്ടകം സാധാരണ ചെറിയ ഒട്ടകാണെങ്കിലും 200 കേജ് ഉണ്ടാവും. അപ്പോ 100 ആൾക്ക് ഒരു ഒട്ടകം. 100 ആൾക്ക് ഒരു ഒട്ടകം. ഇതാണ് അറബി എന്ന് പറഞ്ഞാൽ. അറബി എന്ന് പറഞ്ഞാല് ടീച്ചറാകുക. നമുക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു അറബി വന്നാല് നമുക്ക് അവർ നോക്കാൻ ഒരു ചന്തറിയോ? എന്ത് തടി, എന്ത് ചന്തം, എന്ത് ചേരി, എന്തിട്ടാണത്? ഇന്നിട്ടാണ്. ഞമ്മള് ചന്ത പോയത് എന്താ? തീറ്റില്ല. നമുക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇറച്ചി. ഓർക്ക് ഈ ഇറച്ചിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുബൂസ്. അവിടെയാണ് നമുക്ക് കുബൂസിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു 10 ആളുണ്ടാവും. 10 ആൾക്ക് ഞമ്മ കൊണ്ടുവന്ന ഇറച്ചിന്റെ 1 കിലോ. 10 മെമ്പേഴ്സിന് ഞമ്മ പുറക്ക് കൊണ്ടുപോകുന്ന ഇറച്ചി 1 കിലോ. ബീഫ് ആണെങ്കിൽ മട്ടനാണെങ്കിൽ പൈസ കൂടുതൽ. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. അറബികൾ അങ്ങനെയല്ല. നല്ല തീറ്റിയാണ്. ഒരാൾക്ക് 2 കിലോ ഇറച്ചി. എന്തോരം തീറ്റ! ഒരാൾക്ക് 2 കിലോ ഇറച്ചി. മൊത്തം 1000 ആൾക്ക് 100 10 ഒട്ടകമാണ്. സുബ്ഹാനല്ലാഹ്. അറബികളുടെ ആരോഗ്യത്തിന്റെ ആ ഒരു വലിയ ഒരു ഘടകമാണ് അവിടെ തീറ്റിയാണ്. നല്ല ഇറച്ചിയും മീനും എല്ലാം കഴിക്കും. നമ്മ കഞ്ഞിയും അച്ചാറും, കഞ്ഞിയും പൂളയും. നമ്മുടെ ഭക്ഷണം ഇതാണ്. നമുക്ക് ആരോഗ്യം 40 ചെയ്യാൻ തുടങ്ങി. 90 ആണെങ്കിൽ 10 പെണ്ണോടത്തേക്ക് ഒരു വേണം. അതൊക്കെ വയസ്സായ ആൾക്കാർ നോക്കിയില്ല. നല്ല ഊർജ്ജമുള്ള തടിയാണ്. കാരണം അവരുടെ ഭക്ഷണമാണ്. നമ്മുടെ ഭക്ഷണം എന്ത്? നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തെ തീരെ നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം. റമദാന്റെ മുമ്പ് ഞമ്മ പറിക്കൊണ്ട് വരുന്നത് എന്താ? 4 കിലോ മുളകിന്റെ പൊടിയാണ്. മുളകിന്റെ പൊടി. നമുക്ക് ചുവപ്പ് മുളകുണ്ടാത്ത പിന്നെ പച്ചമുളക് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇതാണെങ്കിലോ നമ്മുടെ തടിയുടെ സർവ്വത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും ഭീകരമായ 2 പോയിസണുകളാണ്. ഹദീസ് എടുത്ത് നോക്കിയാൽ ഹദീസിൽ ഒരു സ്ഥലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുളകിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാലും അറബികളിലേക്ക് അവർക്ക് ഈ ചുവപ്പ് ഇതറിയോ? നമുക്ക് കൈ വെക്കാതെ ചുവപ്പ് വേണ്ട. അല്ലെ? പിന്നെ നമ്മ വീടൊക്കെ ഇറങ്ങിയെങ്കിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ പച്ചമുളക് പറയാത്ത പണിയില്ല. നമ്മുടെ ഉണ്ണി പറഞ്ഞാല് വാജിബാണ്. ഇതൊക്കെ എന്ത്? പച്ചമുളക്. അല്ലെ? ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യം ഇടപോയി. നമ്മുടെ ശരീരത്തിൽ വേണ്ട ആ പവർ അതീതം ഇതെന്നെ കൊണ്ടുപോയി. ഇതില്ലെങ്കിലോ പറ്റൂല. അറബികൾ ഉപയോഗിക്കാം. അല്ലെ? ഞമ്മ നാട്ടിൽ കൃഷിയാക്കിട്ട് ഞമ്മ നാട്ടിൽ കുരുമുളക് ഞമ്മ നാട്ടിൽ തന്നെ കൃഷിയാക്കിയിട്ട് ഞമ്മ തിന്നാതെ ഓർക്കാക്കി. ഞമ്മ ഓർക്കെല്ലാം ബീഫോ മട്ടനോ അവരെ മംഗലത്തോടെ ഞമ്മ ഒരു മംഗലത്തായിട്ട് ഇടിയൊരു പോത്തറത്താല് ഭയങ്കര പോത്ത് 250 കിലോ ഒരു പോത്തറത്ത് വെച്ചെത്ര ഗുണയാണ്. അറബികളുടെ മംഗലം എന്ന് പറഞ്ഞാൽ ഒരു മംഗലത്തിന് 50 ഒട്ടകം, 40 ഒട്ടകം, 100 ആട്. ആട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന്റെ നാവെങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടാവും. ആ നാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ബിരിയാണിക്ക് മട്ടൊന്നും പെരുന്നാതെ പീസുണ്ടാവും. ഇക്കാര്യം പോയവർക്ക് മാത്രം പീസ്. 1 മണി കഴിഞ്ഞിട്ടാണെന്നെങ്കിൽ മട്ടന്റെ പേരെന്താതെ ബിരിയാണി ഒന്നുണ്ടാവില്ല. കാരണം ആകെ 200 നല്ലത് 1000 ആളുകൾ അറബികളാണുണ്ടാവും. ഓരോ കല്യാണത്തിൽ തീറ്റയാണ് അവര്. അതാണ് അവരുടെ ആരോഗ്യം. അതാണ് ഉത്തമത്വം ശൈവത്വം. എന്താ? തലേ ദിവസം വന്നിട്ട് നല്ല വിഭവങ്ങളായ ഭക്ഷണങ്ങൾ. 10 ഒട്ടകം തായ വന്നിട്ട് സ്വഹാബത്തിനോട് ശൈത്വാന് മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞില്ലേ, സ്വഹാബ നിങ്ങൾക്ക് എന്തുണ്ട്? ഓരോരുത്തരുടെ കയ്യിൽ 2 ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഇല്ലെങ്കില്ല. 2 ഈത്തപ്പഴം കുടിച്ചിട്ട് വന്ന ആളുകൾ ഉണ്ടായിരുന്നതാ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. കഴിക്കാനൊന്നില്ല. അവരടുത്ത് വന്നിട്ടാണ് ശൈത്വാൻ പറയുന്നത്, നിങ്ങൾക്ക് തിന്നാനുണ്ടോ? അത് അപ്പുറത്ത് കേൾക്കുന്നില്ല. അതിന്റെ സവായ, ഒട്ടകത്തിന്റെ സവായന്റെ ആ ഒരു മണം. നമ്മള് ഇങ്ങനെ മജിലിസിന്റെ മുമ്പ് പണ്ട് നോമ്പില്ല നോമ്പിന് പോകുമ്പോ ഭയങ്കര മണം വരും. ഇവിടെ നല്ല മറ്റേ ചൈനീസ് ഹോട്ടൽ നടത്തിയാലും ഒരു മസാലന്റെ മണം. അല്ലെ? അതുപോലെ മുകളിൽ ഒട്ടകത്തിന്റെ സവായ ആയ ഈത്തപ്പഴം കുടിച്ചിരിക്കുന്ന സ്വഹാബത്ത് ഒരു കഴിഞ്ഞ മണന്റെ വരുന്നത് ഇവരീസ് വന്ന് ചോദിച്ചു, ഹബീബുള്ളയാണ്, മുഹമ്മദാണ്, വലിയ ആളാണ്, അതാണ് ഏഴുണ്ട്, നിങ്ങൾക്ക് വെള്ളണ്ട, കുടിക്കാൻ ഭക്ഷണണ്ട, നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യണ്ട, എല്ലാവരും കഴിഞ്ഞ് എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? ശൈത്താന് ആരോട്? മഹാന്മാരായ സ്വഹാബത്തിനോട്. അവരാകെ വേജാറായി. ആയുധങ്ങളില്ല, നിരായുധരാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ മദദ് മഹാന്മാരായ സ്വഹാബത്തിന് അള്ളാഹു താല ഇറക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പഠിച്ച് ചെറിയ ഒരു രൂപത്തിൽ ഒരു യുദ്ധത്താക്കി നമുക്ക് പിന്നെ നാളെ 17 അല്ലെ? നാളെ സമയത്ത് ഓരോരുത്തരുണ്ടാവും വരണോ സ്നേഹിച്ചിട്ടല്ലേ? ഓരെന്ന് പറഞ്ഞാൽ എന്താ? അവന് മതീങ്ങനെ പറഞ്ഞു. അവർ ചെയ്തത് ഖുർആൻ പറയുന്നവനല്ലേ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഇങ്ങനെ പറയാം. ഖുർആൻ എടുത്ത് നോക്കിയാൽ മിക്കവാറും റസൂലുള്ളാഹിന്റെ മൗലിദാണ്. അതുപോലെ മഹാന്മാരായ സ്വഹാബത്തിന്റെ കാര്യങ്ങൾ അതിങ്ങനെ ഓരോന്നും പാടില്ലോ. ഇലാഹി നജ്ജിനാ വക്ശിഫ് ജമീഅ അദിയത്തിൻ വസ്രിഫ്
مكايد الإذا والدفل بأهل البدر يا الله എന്ന് പറഞ്ഞ് ഇലാഹി അല്ലാഹുവേന ഇൻഷാഅല്ലാഹ് ഇലാഹി മച്ചാനെ അജ്ജിയ നമ്മളെ നീ കാക്കല്ലാ വകശിബു ജമീഅ അദിയത്തി നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ കശ്ഫ് ചെയ്യണേ അല്ലാ നീ മാറ്റി തരണേ അല്ലാ എന്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോ മറച്ചവനെ നീ ഞങ്ങളോട് ലുത്തുഫ് ചെയ്യണേ അല്ലാ ബദരീങ്ങളുടെ വർക്കത്ത് കൊണ്ട് പിന്നെയും വിളിക്കുന്നത് യാ അല്ലാ മറച്ചവനെ. ഇതാണ് ബദർ പോയത്, വേറെ അറിയില്ല. എല്ലാം ആക്കും ഇതല്ല, ഇതാണ് അത് ഇരുന്നിട്ട് പഠിച്ചാൽ നമുക്കറിയാം. അതിനൊന്നുമില്ല. കാരണം ആന്മാരുടെ ഇങ്ങനെ ബദരി പറയണം, എന്നിട്ട് അള്ളാഹനെ വിളിച്ചിട്ട് ദ്വാരക്കരം അല്ലെ. അള്ളാഹാണ് നമ്മുടെ ബദരീങ്ങളെ സഹായിച്ചത്. അതേ അള്ളാഹു ആ ബദരീങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞ പടച്ചോനാണ്. അതിന്റെ ഒരു സൂറത്തിറക്കി, സൂറത്തുൽ അൻഫാൽ തുടക്കം മുതൽ അവസാനം വരെ ബദർ യുദ്ധത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ള ഒരു സൂറത്താണ്. നമുക്ക് അല്ലാഹു തആല പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാനും നമ്മുടെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരെന്താ ചെയ്ത ആ സേവനങ്ങൾ ഒന്നുമില്ലാതെ ഇസ്ലാമിന്റെ സംരക്ഷണം ഉദ്ദേശിച്ച് ഇറങ്ങിയത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരെയും പേടിക്കാതെ ഞങ്ങൾ ചെയ്യുന്നു. അതിന്റെ കാരണക്കാർ അവരാണ് പടച്ചോനെ. അന്നവരെ ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകുമായിരുന്നോ ഇല്ലേ നമുക്കറിയില്ല പടച്ചോനെ. അതുകൊണ്ട് യാ അല്ലാഹ് ആ ബദരീങ്ങളുടെ വഴിയായി ബദരീങ്ങൾ കാണിച്ച സുന്നത്തിന്റെ മാർഗ്ഗത്തിലായി ജീവിച്ച് അവരെ സ്നേഹിച്ച് ഈമാനോട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ യാ അല്ലാഹ് ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ബേജാറുകൾ, ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് ആ വസീയത്ത് ചെയ്തവരുടെ പടച്ചോനെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകളും ബേജാറുകളും പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. ഓരോ സെക്കൻഡുകളിൽ പടച്ചോനെ ഞങ്ങൾക്ക് നീ കാവലാക്കണേ അല്ലാഹ്. നമ്മുടെ കൂട്ടുകാരന്റെ വീടി സുബ്ഹാനല്ലാഹ് നോമ്പ് തുറക്കാൻ സമയമാകുന്ന സമയത്ത് കുക്കർ പൊട്ടി പറഞ്ഞത് മകളൊന്നും കളഞ്ഞ കമ്പനിയാണ്. വീട്ടിലൊക്കെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വലിയ സഹായം കൊണ്ട് ആ സമയത്ത് എല്ലാവരും സിറ്റ് ഔട്ടിലായിരുന്നു. പുറത്തു നമ്മൾ കൊണ്ടുവന്നതാണ്. അള്ളാഹു നന്മകൾ ചെയ്യുമ്പോൾ നൽകുന്ന വലിയൊരു മദതാണ്. നമ്മുടെ ഓരോ വീടുകളിലും എല്ലാ ദിവസവും കുക്കറിന്റെ ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവനെ കാത്തത് നീയാണല്ലോ അള്ളാഹ്. സംരക്ഷിച്ചത് നീയാണുണ്ട്. എല്ലാ വീടുകളിലും അതുപോലെയുള്ള ദുരന്തങ്ങൾ നാം വിചാരിക്കാതെ സംഭവിച്ചാൽ എന്തൊക്കെ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും. നീ കാത്തല്ലോ പടച്ചോനെ. ഇനിയും ആ കാവൽ, ഇനിയും ആ സംരക്ഷണം, ഇനിയും നിന്റെ പ്രത്യേകമായ മദത്, പ്രത്യേകമായ ഹിഫ്ദ് നമ്മുടെ എല്ലാ വീട്ടുകാർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, ഉമ്മമാർ, നമ്മുടെ പെണ്ണന്മാർ, നമ്മുടെ മക്കൾ റമദാനിന്റെ നോമ്പുകാലത്ത് പോലും നമുക്ക് വേണ്ടി ഉച്ച മുതൽ കഷ്ടപ്പെടുകയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ. അടുക്കളയിലെ കൈകാലുകൾക്ക് ആഫിയത്ത് കൊടുക്കണേ അവിടെ. ഒരു നോമ്പിന്റെ അല്ല, ഒരുപാട് നോമ്പിന്റെ നവാബുകൾ ആ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരിമാർക്ക് നീ നൽകണേ റഹ്മാനെ. പഠിച്ചവനെ ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾ പോയി തീർന്നു കൊടുത്താൽ മതി. എല്ലാ വിഭവങ്ങളും നമ്മുടെ മുമ്പിൽ അവർ വളർത്തി തരുന്നവരാണ്. നമുക്ക് ആഫിയത്ത് നൽകുന്നു, സന്തോഷം നൽകുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളും ബേജാറുകൾ പരിഹരിക്കണേ റഹ്മാനെ. ഓരോ ദിവസവും നോമ്പ് തുറക്ക് വേണ്ടി സഹായിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ മുറാദുകൾ ആശയാക്കണേ അല്ലാഹ്. അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ സ്വർഗ്ഗത്ത് നൽകണേ റഹ്മാനെ. പള്ളിക്ക് വേണ്ടി ഇന്നുവരെ സ്ഥലം കൊടുത്തത് മുതൽ ഈ സെക്കൻഡ് വരെ ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവരുണ്ടോ പകരമായി നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ വലിയ സുന്ദരമായ കൊട്ടാരങ്ങൾ അവർക്ക് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ ഓരോ ദിവസങ്ങൾ പാവങ്ങളായ താജ്ഞീങ്ങൾ കടന്നു വരുമ്പോ പടച്ചോനെ സ്ഥാനമാര് വരുമ്പോ പാവങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിലുള്ള സഹായങ്ങൾ തരുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. ഈ വർക്കത്ത് നൽകണേ അല്ലാഹ്. ഹലാലായ സമ്പത്തുകൾ ഇനിയും ധാരാളമായി നമ്മുടെ കയ്യിൽ ദീനിന് വേണ്ടി നൽകാൻ, പാവങ്ങൾക്ക് വേണ്ടി നൽകാൻ നീ എത്തിച്ചു തരണേ റഹ്മാനെ. നമ്മുടെ ദുആ കബൂലാക്കണേ അല്ലാഹ്. സാധന്മാരായ നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്നവർ, വെള്ളം തരുന്നവർ, പടച്ചവനെ വസ്ത്രം, അതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ. ഇന്നലെ ഒരു കൂട്ടുകാരനെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണമാണ്, പക്ഷെ ഭാര്യക്ക് സുഖമില്ല, കാലിനെന്തോ നിറമിന്റെ പ്രശ്നമാണ്, എന്നിട്ട് പോലും പ്രയാസപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണ്ട, ആരോഗ്യം കൊടുക്കണ്ട. എന്ത് വേദനയാണെങ്കിലും എന്ത് നിറമിന്റെ അസുഖമാണെങ്കിലും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ശിഫാഅ് ചെയ്ത് കൊടുക്കണ്ട, ആഫിയത്ത് നൽകണ്ട. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ പരിശുദ്ധമായ ഉമ്മർക്ക് വേണ്ടി പോയ നമ്മുടെ നാട്ടുകാർ പലരും പരിശുദ്ധമായ മദീന മുനവ്വറയില ഇവിടുത്തെ ദുആയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്താനുള്ള ഓർമ്മ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകുക, ചെയ്ത അമലുകൾ മുഴുവനും സ്വീകാര്യതയുള്ള അമലുകളാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക